ഭാരതത്തിൻ്റെ 80ാം സ്വാതന്ത്ര്യദിന ആഘോഷം ഇന്ന് അവസാനിക്കുമ്പോൾ വളരെ കോലാഹലങ്ങൾ നിറഞ്ഞ പലതരം സംഭവങ്ങളും നമ്മൾ കണ്ടു. ആഘോഷം ഗംഭീരമാക്കുന്നതിൻ്റെ ഭാഗമായി ഭാരതത്തിൻ്റെ വന്ദേ മാതര ഗീതം നിർബന്ധമായി മുഴുവനും പാടണമെന്ന് കേന്ദ്ര സർക്കാർ ഓർഡർ ഇറക്കിയപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന ഒരു പങ്ക് വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആസ്ഥാനമെന്നു പറയപ്പെടുന്ന AICC ആസ്ഥാനത്ത് ആ വന്ദേ മാതര മുഴുവനായി പാടുമ്പോൾ ആ ഓഫീസിൽ ആ അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ ഓഫീസിൽ കയറിക്കൂടിയ ഒരു വിദേശ വനിത, അതും അവരുടെ ഒരു ഇന്ത്യൻ അടിമയും കൂടി നമ്മുടെ രാഷ്ട്രഗീതം പാടുന്നത് തടയണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഇന്നും പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതേ പാർട്ടിയുടെ കേരള എന്ന സംസ്ഥാനം ഒഴിച്ച് ആ പാർട്ടി ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ്, തെലുങ്കാന, കർണാടക തുടങ്ങി ആ പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഭരിക്കുന്ന വേറെ ചില സ്റ്റേറ്റുകളും ഈ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ വന്ദേ മാതര ഗീതം പൂർണ്ണമായി പാടിയിട്ടുകൊണ്ട് തന്നെയാണ് അത് ആഘോഷം പൂർണ്ണമാക്കിയത്. ഹിമാചൽ പ്രദേശിലെ സുഖ്വീന്ദർ സിംഗ് സുബു എന്ന് പറയുന്ന മുഖ്യമന്ത്രി അതിന് നേതൃത്വം കൊടുത്തു. വന്ദേ മാതരം പൂർണ്ണമായി പാടാൻ അദ്ദേഹം തന്നെയാണ് നേതൃത്വം കൊടുത്തത്. ഇദ്ദേഹം ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്. തെലങ്കാനയിലെ മുഖ്യമന്ത്രി അനുമൂല രേവന്ത് റെഡ്ഡി, അദ്ദേഹം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം തന്നെയാണ് വന്ദേ മാതര ഗീതം തെലുങ്കാനയിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മുഴുവനായി പാടാൻ നേതൃത്വം കൊടുത്തത്. കർണാടകയിൽ ദൊദലഹള്ളി ഹെമ്പൽഗൗഡ ശിവകുമാർ എന്ന DK ശിവകുമാർ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് കർണാടകയിൽ വന്ദേ മാതരം മുഴുവനായി ആലപിക്കാൻ നേതൃത്വം കൊടുത്തത്. എന്തിനു പറയുന്നു? കോൺഗ്രസിൻ്റെ AICC ആസ്ഥാനത്ത് അത് മുഴുവനായി പാടുവാനുള്ള സകല അറേഞ്ച്മെൻറ്റും AICC തന്നെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അവിടെയും ആലപിക്കുന്നു. ആ ആലാപന സമയത്ത് അതിനെ വികൃതമാക്കാൻ, ആ ആലാപനം ചെയ്യുന്ന സമയത്ത് കാട്ടിക്കുട്ടിയ ആ വിദേശ വനിതയും ആ വനിതയുടെ അടിമയും കാട്ടിയ പേക്കൂത്തുകൾ ലൈവായിട്ട് ഇവിടെ എല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ അതിനെ തരണം ചെയ്യാൻ, അതിനെ മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് വേറൊരടിമയായ രമേശ്, ഞാൻ മുഴുവൻ പേരും പറയുന്നില്ല, അദ്ദേഹം പറയുകയാണ്, ജയറാം രമേശ് അദ്ദേഹം പറയുകയാണ്, കസേര ചോദിച്ചതാണെന്ന്. നാണമില്ലേ രമേശ നിനക്കിത് പറയാൻ? വന്ദേ മാതരം ചൊല്ലാൻ കഴിഞ്ഞാൽ ബഹുമാനത്തോടൊരു കൈ തൂക്കിയിട്ട് നിന്ന് ചെല്ലുമ്പോൾ കസേര ചോദിക്കലാണോ രാജ്യത്തിനോട് ചെയ്യുന്ന ബഹുമാനം? അതൊക്കെ ചോദിക്കും. വിദേശ വനിതയല്ലേ, രക്തത്തിൽ എന്താ ഓടുന്നത്? അപ്പോൾ നിങ്ങളെ പോലത്തെ അടിമകൾ ഇത്തരം വിദേശ വനിതകൾക്ക് അടിമപ്പെട്ട് ജീവിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ
നട്ടിലുള്ളവർ ഭരിക്കുമ്പോൾ ആ നട്ടിലുള്ള ഭരണാധികാരികൾ ഇതിനെ അന്വേഷണ വിധേയമാക്കണം. ഒരു വിദേശ വനിത ഇവിടുത്തെ പൗരത്വം സ്വീകരിച്ച് ഇവിടുത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ അത് അലങ്കോലപ്പെടുത്താൻ മുൻകൈയെടുത്തോ എന്ന് അന്വേഷണ വിധേയമാക്കണം. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഈ സമയത്ത് ദേശാഭിമാനിയുടെ അസോസിയേറ്റ് എഡിറ്ററായ ശ്രീകുമാർ ശേഖറിൻ്റെ കുറച്ച് വാചകങ്ങൾ കണ്ടു. എന്താണ് വന്ദേ മാതരത്തിൽ സംഘപരിവാറിനും RSSനും ഇത്ര താല്പര്യം? ഇതാണ് മൂപ്പരുടെ മുൻ തലക്കെട്ട്. മിസ്റ്റർ ശേഖര, നിനക്കിതിന് ഉത്തരം പൂർണ്ണമായി കിട്ടണമെങ്കിൽ നീ എന്നെങ്കിലും എവിടെയെങ്കിലും നിന്റെ കുടുംബമായി സഞ്ചരിക്കുമ്പോൾ നിന്റെ ആ ജെട്ടി ഒന്നും കൂടി ഊരുമ്പോൾ ശേഖരന് അത് ശരിക്കും മനസ്സിലാവും എന്നാണ് ഈ സംഘപരിവാറിനോ RSSനോ ഒരു ദേശീയ ഇന്ത്യക്കാരനോ അതിൻ്റെ ആ ശരിയായ ആ ആരാധന തുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് അപ്പോൾ മനസ്സിലാകും. ഇപ്പോൾ ശേഖരന് മനസ്സിലാവില്ല. കാരണം ശേഖരൻ പറയുകയാണ്, ഈ വന്ദേമാതരം ആദ്യകാലത്തിൽ ഇത് രചിച്ചതൊരു ബംഗാളി കമ്മ്യൂണിസ്റ്റുകാരനായ കവി തന്നെയാണ്. ആ എഴുത്തുകാരൻ ഇത് എഴുതിയ സമയത്ത് വളരെയധികം മുസ്ലിം ആക്രമണങ്ങൾ ഭാരതത്തിൽ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഈ ഒരു നോവൽ ആനന്ദമഠം എന്ന് പറയുന്ന ഈ നോവൽ അദ്ദേഹം രചിക്കുന്നത്. 1920കളിലാണ് ഈ നോവൽ അദ്ദേഹം എഴുതിയത്. അതിലെ 10ാം അധ്യായത്തിലാണ് ഈ കവിത അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്, ഈ വന്ദേ മാതരം എന്ന കവിത. ഈ കവിത രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് ഇവിടുത്തെ ദേശീയ ഗീതമായി ചൊല്ലാൻ അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുകയും അന്നു മുതൽ അത് ചൊല്ലുകയും എല്ലാ സമരഭടന്മാരും എപ്പോഴും ദിവസവും ഇത് ചൊല്ലിക്കൊണ്ടാണ് ഓരോ ഭാഗങ്ങളിലേക്കും പോകുന്നതും. ഇവിടെയുള്ള എല്ലാവരും, അവിടെ ജാതിയില്ല, മതമില്ല, ആർക്കും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതും ആലോചിക്കണം, ആ സമയത്ത് ആ പുസ്തകം എഴുതിയത് ഒരു ബംഗാളി എഴുത്തുകാരൻ, ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായ ഈ ശേഖരൻ്റെ പാർട്ടിയുടെ ഒക്കെ പെട്ട ഒരാൾ തന്നെയാണ് ഇത് എഴുതിയത്. ആ കാലത്ത് RSSും ഇല്ല, സംഘപരിവാറും ഇല്ല, BJPയും ഇല്ല, മനസ്സിലാക്കണം. എന്നിട്ട് ഇപ്പോൾ ശേഖരന് ഇതിനോടാണ് പ്രശ്നം. RSSനോടും സംഘപരിവാറിനോടും BJPയെയും അതിലേക്ക് വലിച്ചിഴക്കണം. ഈ കവിത എഴുതിയതാരാണ്? എപ്പോഴാണ് എഴുതിയത്? ആ എഴുതിയ നോവൽ മുഴുവൻ തന്നെ മുസ്ലിങ്ങളുടെ വീരവൃത്തികേടുകളെ ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു ആ നോവൽ തന്നെ അന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 1980കളിലായിരുന്നു ആ പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഈ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതിലെ ഒരു കവിതയാണ് ഈ വന്ദേ മാതരം. ഇത് ആരാണ് സെലക്ട് ചെയ്യുന്നത്? രവീന്ദ്രനാഥ ടാഗോർ. ആദ്യമായിട്ടിത് ഗാനം കൊടുത്ത് ആലപിക്കുന്നത് AICC ആസ്ഥാനത്താണ്. അത് അവിടെ ആലപിക്കുന്ന സമയത്ത് അവിടെ ഹിന്ദു ഉണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, യൂറോപ്യൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ആർക്കും ഒരു പ്രശ്നവുമില്ല. നോക്കിയേ. എന്നിട്ടാണ് ഈ ശ്രീകുമാർ ശേഖരന് ഇപ്പോൾ ഒരു വല്ലാത്ത ഇളക്കം. ആ ഇളക്കം അന്ന് കാശ്മീരിൽ പോയ 26ലെ ഒരു കുടുംബമായിട്ട് മാറാത്ത കാരണം കുറച്ചു കാലം കൂടി ഇളക്കം ഉണ്ടാവും. ഇനിയും കാലങ്ങളുണ്ട്. എവിടെയെങ്കിലൊക്കെ നടക്കുമ്പോൾ ആ ജെട്ടി ഊരണ സമയത്ത് ശേഖരന് ആ പുസ്തകത്തിൻ്റെ പൊരുളെന്താന്ന് ശരിക്കും മനസ്സിലാവും. ഇപ്പം ഞാൻ പറയുന്നില്ല, അത് കാരണമാണല്ലോ ശേഖരൻ ഇതൊക്കെ പറയണത്. അപ്പോൾ ശേഖര ഒരു കാര്യം മനസ്സിലാക്കിക്കോ. മറ്റേ ശേഖരനല്ല കേട്ടോ, രാവണപ്രഭുവിലെ മുണ്ടക്കൽ ശേഖരനല്ല. ശേഖര ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇവിടെ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 1920 കണ്ടതല്ല,
അല്ലെങ്കിൽ 1890, 1890, 1900 കാലങ്ങളിൽ കണ്ടതല്ല. ആ കാഴ്ചയിൽ കൂടിയാണ് ഈ നോവലുണ്ടായത്. ബംഗാളിയായ ആ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായ ആ എഴുത്തുകാരൻ എഴുതിയ ആ നോവലിൽ ഈ കവിത വന്നത്. അത് RSSനെ അതിലേക്ക് വലിച്ചഴക്കേണ്ട, സംഘപരിവാറിനെ അതിനെ വലിച്ചഴക്കേണ്ട BJP ഇപ്പോഴുണ്ടായ പാർട്ടി അതിനെയൊന്നും അതിലേക്ക് ശേഖരൻ ശ്രമിക്കണ്ട. ശേഖരൻ ആ സ്നേഹമൊന്നും ഇപ്പോൾ വിളമ്പണ്ട. ഛർദ്ദിക്കുമ്പോൾ ശേഖരൻ തന്നെ നാണം കൊടും. ശേഖരൻ്റെ കുറേ സാഹിത്യ ശിരോമണികൾ ഉണ്ടല്ലോ കേരളത്തിൽ. നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ച കുറേ സാഹിത്യ ശിരോമണി അവാർഡുകളൊക്കെ സമ്മാനിച്ച MT, ONV അങ്ങനെ കുറേ ഉണ്ടല്ലോ. ഇവരാരെങ്കിലും ഈ ആനന്ദമതം, ഈ വന്ദേ മാതരം എന്ന കവിത ഉൾപ്പെടുത്തിയ നോവൽ എഴുതിയ മാതിരി ഒരു ചെറുകഥ ഇവിടെ മുസ്ലിങ്ങളെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ഒരു കഥ ഈ ശ്രീകുമാർ ശേഖരൻ ഒന്ന് പുറത്തേക്കെടുത്ത MT എഴുതിയിട്ടുണ്ടോ? ഇവിടുത്തെ ഏതെങ്കിലും എഴുത്തുകാരൻ മുസ്ലിങ്ങളെ തൊട്ട് കളിച്ചിട്ടുണ്ടോ ഒരു കഥ എഴുതാൻ? ഒരു മുസ്ലിമിനെ വിമർശിക്കാൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ടോ ഇവിടെ? മുണ്ടക്കൽ ശേഖര. എന്നിട്ട് ഇപ്പോൾ ഇരുന്ന് ഛർദ്ദിക്കുന്നു. എന്താണ് ഛർദ്ദിക്കുന്നത്? വന്ദേ മാതരത്തിനോട് എന്താ സംഘപരിവാറിന് ഇത്ര സ്നേഹം? ശേഖര, സംഘപരിവാറല്ല. ഇവിടെ വന്ദേ മാതരം കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ്. അവരുടെ പാർട്ടി ആസ്ഥാനത്താണ് അത് പാടിയത്. ഇത് മുഴുവനായി ആലപിച്ചത് സംഗീതം കൊടുത്തിട്ട്. അവിടെ എല്ലാ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിരന്നിരിക്കുമ്പോഴാണ് ഈ പാട്ടു അല്ലെങ്കിൽ ഈ സംഗീതം അല്ലെങ്കിൽ ഈ ഭാരതഗീതം, ദേശീയ ഗീതം പാടിയത്. ആർക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ല. അത് കഴിഞ്ഞ് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈ ഗാനം ആലപിച്ചുകൊണ്ടേയാണ് നടന്നിരുന്നത്. ബ്രിട്ടീഷുകാരുടെ ശരീരം ഇളകുകയായിരുന്നു ഇത് കേൾക്കുമ്പോൾ. അല്ലാതെ അന്ന് മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ അല്ല ഇളകിയത്. ബ്രിട്ടീഷുകാരുടെ ചോരയാണ് തളച്ചിരുന്നത് ഈ സംഗീതം കേൾക്കുമ്പോൾ, ഈ ദേശീയ ഗീതം കേൾക്കുമ്പോൾ. ശേഖര ഒരു കാര്യം മനസ്സിലാക്കുക. ശേഖരൻ പറയുന്നുണ്ട്, അന്ന് ഈ ഗാനം കേട്ടിട്ട് ആദ്യമായിട്ട് ഇതിനെ എതിർത്ത ഒരു വ്യക്തിയായിട്ട് ശേഖരൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ആരെന്നെ അറിയോ? അദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ട് മുസഫർ അഹമ്മദ് ആണത്രേ. ആദ്യം ഈ വന്ദേ മാതരം എന്ന ഈ പൂർണ്ണഗീതത്തെ എതിർത്ത് സംസാരിച്ച വ്യക്തികളിൽ ഒരാൾ. ആരാണ് മുസഫർ അഹമ്മദ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കം, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായിരുന്നു ഈ മുസഫർ അഹമ്മദ് എന്ന് പറയുന്ന മുസൽമാൻ. ഇനി അതിന് തമാശ പറഞ്ഞുതരാം. ആ ശേഖരൻ പറയാണ്, മുണ്ടക്കൽ ശേഖരനാണ്, ശ്രീകുമാർ ശേഖരൻ പറയാണ്, ഈ മുസഫർ അഹമ്മദ് എന്ത് ദൈവം എന്നാ പറയുക, ഏകദൈവം, അതിൽ വിശ്വസിക്കുന്ന, അതിന് വേറൊരു വാക്ക് ഞാൻ മറന്നുപോയി, ആ വ്യക്തിയാണ് ഈ മുസഫർ അഹമ്മദ്. പാർട്ടി ഏതാണെന്ന് ആലോചിച്ച് നോക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവിടെയാണ് ഏകദൈവത്തിൽ വിശ്വസിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കക്കാരനായ കേന്ദ്ര കമ്മിറ്റി അംഗമായ മുസഫർ അഹമ്മദ് ഇതിനെ എതിർത്തു എന്നാണ് മുണ്ടക്കൽ ശേഖരൻ, അല്ല ശ്രീകുമാർ ശേഖരൻ പറയണത്. ആലോചിച്ച് നോക്കി. ഹിന്ദു അമ്പലത്തിൽ പോയ സസ്പെൻഡ് ചെയ്യുന്ന പാർട്ടിയാ. ഹിന്ദു അമ്പലത്തിൽ പോകാൻ പാടില്ല, ദൈവം വിശ്വസിക്കാൻ പാടില്ല. പക്ഷേ മൂന്നാം വേദക്കാരൻ, ഏകദൈവക്കാരൻ, കമ്മ്യൂണിസ്റ്റിൻ്റെ തുടക്കക്കാരൻ മുസഫർ അഹമ്മദിന് എന്തും പറയാം, എന്തും ചെയ്യാം, പാർട്ടിക്ക് പ്രശ്നമല്ല. അത് തന്നെയാണ് ഇന്നും ആ പാർട്ടിയുടെ കുഴപ്പം. മുണ്ടക്കൽ ശേഖരൻ അത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ സംഘപരിവാറിൻ്റെയും RSSൻ്റെയും നെഞ്ഞത്ത് കയറുന്നതിനും നല്ലത് സ്വയം നന്നാവുമല്ലേ. ഇവിടെ വന്ദേ മാതരം എന്ന ഗീതം കൊണ്ടുവന്നത് 1985 ഭരണത്തിൽ വന്ന BJPയോ അല്ലെങ്കിൽ 1925 വന്ന RSSോ അല്ല എന്ന് ഈ മുണ്ടക്കൽ ശേഖരൻ മനസ്സിലാക്കുക. ഇന്ന് ഇവിടെ ഈ ഗാനം കൊണ്ടുവന്ന
അവതരിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിൻ്റെ AICC ആസ്ഥാന സ്ഥലത്ത് ഇന്ന് വന്ദേ മാതരം മുഴുവനായി ആലപിച്ചിട്ട് തന്നെയാണ് അവിടെ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് എന്ന് മുണ്ടക്കൽ ശേഖരൻ മനസ്സിലാക്കുക. പക്ഷേ ആ സമയത്ത് അവിടെ വിദേശ വനിത ഇതിനെ വഷളാക്കാൻ, മോശമാക്കാൻ സകലതോടെ ചെയ്തതായിട്ട് TV-യിൽ കണ്ടു. അതിനെ നന്നാക്കിയെടുക്കാൻ മറ്റേ രമേശൻ ശ്രമിച്ചിട്ടുണ്ട്. കസേര ചോദിച്ചാൽ പറയുന്നു, എന്താ രമേശ വിഡ്ഢിത്തരം പറയണത്? വന്ദേ മാതരം തുടങ്ങുമ്പോൾ ഒരു കസേര ചോദിക്കാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടൊരു കസേര ചോദിക്കാം. അതിൻ്റെ അർത്ഥം എന്താണ്? വന്ദേ മാതരത്തെ വഷളാക്കുക, ഒരു വിദേശ വനിത വന്നിട്ട്. അപ്പോൾ ജയറാം രമേശനും വിവരമില്ല എന്ന് മനസ്സിലാക്കാം. എന്തായാലും അവിടെ വന്ദേ മാതരം ഫുള്ളായി ചൊല്ലിയിട്ടുണ്ട്. ഇന്ത്യയിലെ 3-4 കോൺഗ്രസ് ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ വളരെ ഭംഗിയായിട്ട് വന്ദേ മാതരം മുഴുവനായി ചൊല്ലാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. നിർഭാഗ്യവശാൽ RSSൻ്റെ ആസ്ഥാനങ്ങളിൽ പോയിരുന്ന സതീശനും ചില ശക്തികളുടെ ആ കയറ് ഇട്ട് മുറുക്കിയതിൻ്റെ ഫലമായി പിൻവലിഞ്ഞു നിന്നു എന്ന് നമുക്ക് ഊഹിക്കാം. എന്തുതന്നെയായാലും കേരളം ഈ പോകുന്നത് വളരെ മോശം അവസ്ഥയിലേക്കാണ്. ഇപ്പോൾ പല കേന്ദ്ര പദ്ധതികൾ ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല എന്ന പൈസയുമില്ല. ഇത് കേരള ജനത അനുഭവിക്കാൻ പോകുന്ന അടുത്ത കൊല്ലങ്ങളിലെ വരുംകാലങ്ങളിലെ അതിദുർഘടം പിടിച്ച സന്ദർഭങ്ങളിലേക്കാണ് വഴി ചൂണ്ടുന്നത്. ഇവിടെ വന്ദേ മാതരം PM ശ്രീ ഈ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും നടപ്പാക്കാമെങ്കിൽ ഇവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് നടപ്പാക്കാൻ സാധിക്കുന്നില്ല? ആ മുഖ്യമന്ത്രിമാർക്ക് വന്ദേ മാതരം മുഴുവനായി ആലപിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ആ ആർജവം കേരള മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുന്നില്ല? ഇതൊരു ചോദ്യം ചിഹ്നം തന്നെയാണ്. ഇവിടെ മുഖ്യമന്ത്രിയല്ല പ്രശ്നം, മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്നതല്ല പ്രശ്നം. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടണം. അതിനുള്ള ഏത് പദ്ധതിയും ഇവിടെ വന്നേ തീരൂ. കോൺഗ്രസിൻ്റെ മറ്റ് മുഖ്യമന്ത്രിമാർക്കില്ലാത്ത ഒരു പുലിവാലി എന്താണ് ഇവിടെ എന്ന് സതീശൻ തുറന്നു പറയണം. ജനങ്ങളെ വഞ്ചിക്കരുത്, വിടുവായി വിട്ടു നടക്കരുത്.